ഹലോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ട്രാവൽ ബാക്ക് പാക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ പാക്കിങ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടോൾഡർ ഏജ് ഗ്രൂപ്പിൽ വരുന്ന കുട്ടികൾക്ക് എസെൻഷ്യലായിട്ട് എന്തൊക്കെ നമ്മൾ ആ ഒരു ട്രാവൽ ടൈമിൽ ക്യാരി ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഫുൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്ത് വെക്കണേ. അപ്പോൾ ഞാനിവിടെ എടുത്ത് വയ്ക്കുന്നത് എൻ്റെ കുറച്ച് കുർത്ത സെറ്റ്സാണ്. അപ്പോൾ കോട്ടൺ കുർത്ത സെറ്റാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് എടുത്ത് വയ്ക്കുന്നത് വീട്ടിലേക്ക് ഇടുന്ന കുറച്ച് ഡ്രസ്സും കൂടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ സെറ്റായിട്ട് തന്നെയാണ് എടുത്ത് വയ്ക്കുന്നത്. എനിക്ക് ഈ മിക്സ് ആൻഡ് മാച്ചൊക്കെ ചെയ്ത് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതും യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് ഒരു പാൻറ്റ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് മുഷിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ആ ഒരു ടോപ്പും കൂടെ യൂസ് ചെയ്യാൻ പറ്റാത്തൊരു ഇതാവും. അപ്പോൾ അങ്ങനെയൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ പിന്നെ ഷോൾ നോക്കണം, പാൻറ്റ് നോക്കണം. അപ്പോൾ അതിനേക്കാളൊക്കെ ഇപ്പോൾ എപ്പോഴും എനിക്ക് കംഫർട്ടായിട്ടുള്ളത് സെറ്റ് എടുക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ അത്രയും സെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഹിജാബ് ഷാളാണ് എടുക്കുന്നത്. അപ്പോൾ 3 to 4 കളേഴ്സാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 4 എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫൈനൽ ഇതിൽ ഞാൻ 3 എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 ഹിജാബ് ഷോൾസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഓർക്കുമ്പോൾ തന്നെ എടുത്ത് ഒരു ടേബിൾ ഫ്രീ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ആയിട്ട് പാക്ക് ചെയ്യാനായിട്ടുള്ളത്. ഇനിയിപ്പോൾ എൻ്റെ മോളുടെ ആണ്. അപ്പോൾ ടോൾഡർ ഏജ് ഗ്രൂപ്പിലുള്ള മോളായതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചധികം ഡ്രസ്സ് വേണ്ടി വരുമല്ലോ. അപ്പോൾ നമുക്ക് എപ്പോഴും പോകാനും അതുപോലെ പാക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ എപ്പോഴും കംഫർട്ട് ടീഷർട്ട്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഫ്രോക്കൊക്കെ കൊണ്ടുപോകുന്നതിനേക്കാളും. അതുപോലെ നമുക്ക് ഒരുപാട് സ്പേസൊക്കെ സേവ് ചെയ്തിട്ട് പാക്ക് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ കുറച്ചധികം ടീഷർട്ട് തന്നെ ഇവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ കുറേ ടീഷർട്ടും ഒരു 3-4 ഷോർട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തന്നെ നമുക്ക് മിക്സ് ആൻഡ് മാച്ചൊക്കെ ചെയ്തിട്ട് കുറേ പെയർ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത്രയും ടീഷർട്ടാണ് പുറത്തിടുന്ന ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ഞാൻ പാൻറ്റും ഷോർട്ട്സൊക്കെ എടുത്തിട്ടുള്ളത് ഇത്രയാണ്. ഞാൻ 2 ഷോർട്ട്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പാൻറ്റും കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ഞാൻ ഡെനീമിൻ്റെ ജീൻസാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ മറ്റത് ഒരു നോർമൽ പാൻറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു വൈഡ് ലെഗ് പാൻറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ലോവറായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ സെറ്റായിട്ട് 2 പേരും കൂടെ എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു അത്യാവശ്യം വന്നാൽ ഒരു സെറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മിക്സ് ആൻഡ് മാച്ചൊക്കെ ചെയ്യാണ്ട് ഒരു പെട്ടെന്നൊക്കെ ഒരു ഡ്രസ്സ് ഇട്ട് പുറത്ത് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു 2 കംഫർട്ടായിട്ടുള്ള 2 ജോഡി സെറ്റും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇനി നമ്മളെടുക്കുന്നത് ട്രാവലിന് ആവശ്യമായിട്ടുള്ള ഡ്രസ്സാണ്. അപ്പോൾ അതും കൂടെ ഈ ഒരു ടൈമിൽ തന്നെ എടുത്ത് മാറ്റി വയ്ക്കേണ്ടതാണ്. കാരണം ബാക്കി പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു പോകാൻ നേരത്തെ എന്തിടും എന്നുള്ള ആ ഒരു ടെൻഷൻ ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈമിൽ കംഫർട്ടായിട്ടുള്ളൊരു ഈ ഒരു ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഡെനിമിൻ്റെതൊക്കെ എടുത്തിട്ടില്ല. ആ ഒരു ടൈമിൽ കംഫർട്ടായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷോർട്ട്സും ടീഷർട്ടും കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ ഒരു സെറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു സെറ്റ് എടുത്തിട്ട് ഹാൻഡ് ബാഗിൽ അതും കൂടെ എടുത്ത് വയ്ക്കുന്നതാണ്. ഇൻ കേസ് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എടുത്ത് വയ്ക്കുന്നത് ഇതിപ്പോൾ കാണിക്കുന്നത് നൈറ്റ് ഡ്രസ്സാണ്. അപ്പോൾ ഞാൻ നൈറ്റ് ഡ്രസ്സും കുറച്ച് സെറ്റായിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ ഒരു ബ്ലാക്ക് സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു ഫ്രോക്ക് മോഡലാണ്, ഒരു ഗൗൺ മോഡലൊരു നൈറ്റ് ഡ്രസ്സാണത്. അപ്പോൾ അതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഷോർട്ട്സ് ടീഷർട്ട്, പിന്നെ നെക്സ്റ്റ് ഒരു പാൻറ്റും ഒരു സ്ലീവ്ലെസ് ടീഷർട്ടുമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഷോക്സും ഒരു ടീയും കൂടെ ആയിട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ഫുൾ സ്ലീവ് ടീഷർട്ടാണ്. അപ്പോൾ രാത്രിയൊക്കെ പുറത്തൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് സ്വെറ്ററൊക്കെ ഇടേണ്ട അത്രയും തണുപ്പൊന്നും ഉണ്ടാവില്ല, എന്നാലും ചെറിയൊരു തണുപ്പുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫുൾ പാൻറ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഫുൾ സ്ലീവിലുള്ള 2 ടീഷർട്ടും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്.
ഇനി ഒരു എക്സ്ട്രാ ടീയും കൂടെ എടുത്ത് വെക്കുന്നുണ്ട്. അതെനിക്ക് ട്രെയിനിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്യേണ്ടതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ അത് സെറ്റാക്കി വെക്കുന്നില്ല, അത് സെപ്പറേറ്റ് തന്നെ ഞാൻ ഹാൻഡ് ബാഗിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെറ്റും ഇപ്പം ഞാൻ ട്രാവൽ ഡ്രസ്സിൻ്റെ കൂടെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു സെറ്റും ഞാൻ നൈറ്റ് ഡ്രസ്സായിട്ട് ട്രെയിനിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഫ്രോക്കൊക്കെ ഇടണമെങ്കിൽ ഇതുപോലെയുള്ള അധികം പ്ലീറ്റ്സ് ഒന്നും ഇല്ലാതെ അധികം പൊന്തി നിൽക്കുന്ന നമ്മുടെ സ്പേസ് ഒന്നും കൺസ്യൂം ചെയ്യാത്തൊരു രീതിയിലുള്ളൊരു ഫ്രോക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം എവിടെയെങ്കിലും പോകണം, ഫ്രോക്കൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഒരുക്കി കൊണ്ടുപോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വേണ്ടിയിട്ടുള്ളൊരു ഡ്രസ്സാണ്. പിന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ പാർട്ടി വെയർ എടുക്കുമ്പോൾ അവർക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ. അപ്പോൾ അതിനായിട്ടുള്ളൊരു സൊല്യൂഷനാണ് ഇങ്ങനെയുള്ളൊരു സ്കേർട്ടൊക്കെ എടുക്കുന്നത്. നല്ലൊരു പ്രിൻറ്റഡ് പാർട്ടി വെയറിലുള്ള ഒരു നെറ്റിൻ്റെ ഒക്കെ സ്കേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമുക്കിതുപോലെ ടീഷർട്ടൊക്കെ യൂസ് ചെയ്തിട്ട് പെയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് നല്ലൊരു ടീഷർട്ട് കംഫർട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു പാർട്ടി വെയർ ലുക്കും കൂടെ കിട്ടുന്നതാണ്. നമ്മളെ ഒന്നും കൂടെ ഇൻട്രസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ആ ഒരു സ്കേർട്ടിൻ്റെ കളറിലുള്ള ഹെയർ ബോ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ലൊരു പ്രിട്ടി ലുക്കൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരു കുട്ടികൾക്കുള്ള ആ ഒരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ മാറ്റി നമ്മുടെ ആ ഒരു ഫംഗ്ഷൻ റെഡിയൊക്കെ ആക്കി അവരെ എടുക്കാനും കൂടെ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു സ്കേർട്ടെങ്കിലും കയ്യിൽ കരുതുന്നത് നല്ലതാണ്. നമുക്ക് ആവശ്യത്തിന് അത് മിക്സ് ആൻഡ് മാച്ചൊക്കെ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫോൾഡിങ് മെത്തേഡൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരുപാട് സ്പേസൊക്കെ സേവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒരു ടിപ്പാണിത്. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ഓണത്തിന് വാങ്ങിച്ചിട്ടുള്ള മോളുടെ ഡ്രസ്സാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ആ സെയിം ഡ്രസ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ടോപ്പ് ടൈറ്റൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്കത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി സ്കേർട്ടാണ് അധികം മക്കൾക്ക് പെട്ടെന്ന് ചെറുതായി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണിത്. അപ്പോൾ സ്കേർട്ട് കുറച്ച് ലോങ്ങിൽ തന്നെ എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ചെറിയ പീസ് പെറ്റിക്കോട്ട് ആ ഒരു ചെസ്റ്റ് പോർഷനിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനിത് ഹാൻഡ് സ്റ്റിച്ചാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എനിക്ക് പിറ്റേ വർഷം എനിക്കത് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഹാൻഡ് സ്റ്റിച്ചാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു ഉടുപ്പിടുന്ന പോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ബ്ലൗസ് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു ഹൈറ്റ് അവിടെ മെയിൻറ്റെയിൻ ആവുകയും ചെയ്യും. നമുക്ക് പിറ്റേ വർഷം ആകുമ്പോഴേക്കും നമുക്ക് ആ ഒരു പെറ്റിക്കോട്ട് പോർഷൻ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നോർമൽ സ്കേർട്ട് ഇടുന്ന പോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയറും നമുക്ക് ആ ഒരു സ്കേർട്ട് ചെറുതാവാണ്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്പൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് എടുത്തിട്ടുള്ളത് 2 പെയർ ഓഫ് സോക്സും പിന്നെ അതുപോലെ തന്നെ പാൻറ്റീസും കൂടിയിട്ടാണ്. പിന്നെ നമുക്ക് ഇനി മക്കൾക്ക് ആവശ്യമായിട്ടുള്ളത് ബാത്ത് ടവലാണ്. അപ്പോൾ ബാത്ത് ടവൽ 1 or 2 എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണമാണ് എടുത്ത് വയ്ക്കുന്നത്. ഇനി കുറച്ച് ബേസിക് അപ്പോൾ ഡൈപ്പർ ഞാൻ ഇതുപോലെയുള്ള ഒരു ട്രാവൽ ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ട്രെയിനിൽ ചേഞ്ച് ചെയ്യാനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു കുറച്ച് പീസ് മാത്രം ഹാൻഡ് ബാഗിലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എടുത്തിട്ടുള്ളത് കുറച്ച് കറൻറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ടോയ്സാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അവരെ കുറച്ചും കൂടെ നമുക്ക് ജേർണി ടൈമിൽ എൻഗേജ് ചെയ്ത് ഇരുത്താനൊക്കെ പറ്റുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ടോയ്ലറ്റ്രീസാണ്. അപ്പോൾ ടോയ്ലറ്റ്രീസിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ബോഡി വാഷ്, പിന്നെ ഒരു പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ ബ്രഷ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്നത് ഹെയർ ആക്സസറീസാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ചെറിയ കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മൾ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെയാണ് എടുത്ത് വയ്ക്കുന്നത്.
ഇനി നമുക്ക് മക്കൾക്കായിട്ട് എടുത്ത് വയ്ക്കുന്നത് മെഡിസിൻ സെക്ഷനാണ്. അപ്പോൾ മെഡിസിൻ അത്യാവശ്യം വേണ്ട മെഡിസിൻ എപ്പോഴും യാത്രയിൽ കയ്യിൽ കരുതേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ ഞാനിവിടെ ആകെ ഒരു പാരസെറ്റമോളും പിന്നെ ഒരു ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും കൂടിയിട്ടാണ് എടുത്ത് വയ്ക്കുന്നത്. പിന്നെ ബേബി വിക്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിവിടെ ഞാൻ കാണിക്കുന്നില്ല, അത് എവിടെയാണെന്ന് നോക്കിയിട്ട് വേണം എടുത്ത് വയ്ക്കാനായിട്ട്. അപ്പം ആ ഒരു ബേബി വിക്സും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രെയിനിലും കാര്യങ്ങളൊക്കെ ആ ഒരു ക്ലോസ്ഡ് എ സിയിലൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് ഒരു ജലദോഷവും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നല്ല യൂസ്ഫുള്ളാണ് വിക്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ അതും കൂടെ എടുത്ത് വയ്ക്കുന്നതാണ്. ഇനിയിപ്പോൾ അത്രയും മെഡിസിൻസൊക്കെ ഇങ്ങനെയുള്ള ഒരു സിപ്പ് ലോക്ക് കവറിൽ, പ്ലാസ്റ്റിക് കവറിലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഡ്രസ്സിൻ്റെ കൂടെ ഒന്നും മെസ്സപ്പ് ആവാണ്ട് നമുക്ക് എടുത്ത് വയ്ക്കാവുന്നതാണ്. ഇതൊക്കെ ഈ ടോയ്ലറ്ററീസൊക്കെ സെപ്പറേറ്റ് ഒരു പൗച്ചിലും കൂടെ എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ബാഗിലേക്ക് എടുത്ത് വയ്ക്കൽ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ടോൾഡർ സെക്ഷൻ A to Z കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ കിഡ്സ് സെക്ഷനിലാണ്. അപ്പോൾ കിഡ്സ് സെക്ഷനിൽ ഞാനിവിടെ 3 സെറ്റായിട്ടുള്ള ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് നമ്മൾ ഒരു 4 ടീഷർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് പെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 3 പാൻറ്റും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ജീൻസും പിന്നെ 2 പാൻറ്റും ആയിട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതവർക്ക് മിക്സ് ആൻഡ് മാച്ചൊക്കെ ആക്കിയിട്ട് ഇടാനൊക്കെ എളുപ്പമായിരിക്കും. ഇനിയിപ്പോൾ എടുത്ത് വയ്ക്കുന്നത് നമ്മൾ ട്രാവലിന് യൂസ് ചെയ്യുന്ന ഒരു ഡ്രസ്സാണ്. അത് ഈ ഒരു ടൈമിൽ തന്നെ അതും കൂടെ എടുത്ത് വയ്ക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രാവൽ ഡേയിൽ നമുക്ക് ഇനിയിപ്പോൾ അത് നോക്കി നടക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടെ അയൺ ചെയ്തൊക്കെ വെക്കണമെങ്കിൽ അതും കൂടെ ഒന്ന് അയൺ ചെയ്തൊക്കെ എടുത്ത് വയ്ക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് പിന്നെ ഞാനൊരു ഷോളും കൂടെ എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ മോൾക്ക് 2 ഷോള് എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ട്രാവൽ ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട്. ഇനിയുള്ളത് നെയ്റ്റ് ഡ്രസ്സാണ്. നെയ്റ്റ് ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ളത് ഒരു 4-5 പാൻറ്റ് എടുത്തിട്ടുണ്ട്. ട്രാക്കും പാൻറ്റും എല്ലാം കൂടിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ടീസും കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കിഡ്സ് സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കാനായിട്ടുള്ളത് ഒരു 3-4 പോളിത്തീൻ കവർ അത്യാവശ്യമാണ്. അവരെ ഡ്രസ്സൊക്കെ മുഷിഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡൈപ്പറൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള, അതുപോലെ ഫുഡ് കഴിച്ചിട്ടുള്ള പാത്രം കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കവർ ചെയ്ത് വെക്കാൻ, അങ്ങനെയൊക്കെയുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു പോളിത്തീൻ കവറും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കേണ്ടതാണ്. പിന്നെ എടുത്ത് വയ്ക്കേണ്ടത് ഒരു എക്സ്ട്രാ ക്ലോത്താണ്. അപ്പോൾ ഒരു നീറ്റായിട്ടുള്ള ഒരു വൃത്തിയുള്ളൊരു ക്ലോത്തും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഫുഡ് കഴിക്കുന്ന നേരത്തൊക്കെ നമുക്കത് വിരിച്ചൊക്കെ കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു നമ്മുടെ സീറ്റും കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് തന്നെ നിൽക്കാനും പിന്നെ നമുക്കവിടെ ഒന്നും മിസ്സാവാണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അത് ഞാൻ നേരത്തെ ചെയ്യുന്നൊരു കാര്യമാണ്. എപ്പോഴും ഒരു ക്ലോത്ത് എപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴും കുട്ടികളെ കൂടെ ആണെങ്കിലും ഇല്ലെങ്കിലും എപ്പോഴും ഒരു ക്ലോത്ത്, എക്സ്ട്രാ ക്ലോത്ത് നമ്മൾ എപ്പോഴും ബാഗിൽ വെക്കുന്നത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ഡ്രസ്സ് ഒരു 2 days ബിഫോർ ഞാൻ കുറച്ച് ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫൈനൽ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ 5 കോട്ടൺ ഡ്രസ്സായിരുന്നു ആദ്യം എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാനത് 3 കോട്ടൺ ഡ്രസ്സും അതുപോലെ 2 പാർട്ടി വെയർ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഡ്രസ്സാണ് ഞാൻ എനിക്കായിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാൻ ട്രാവൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണ ആ ഒരു ഡ്രസ്സും പിന്നെ കുട്ടികളുടേതായിട്ടുള്ള ആ ഒരു ഡ്രസ്സും എല്ലാം കൂടെ ഞാനതൊന്ന് ഫസ്റ്റ് തന്നെ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കായിട്ട് എടുത്ത് വയ്ക്കേണ്ടത് നമുക്ക് ആവശ്യമായിട്ടുള്ള നൈറ്റ് വിയേഴ്സും ബാത്ത് ടവൽ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ വയ്ക്കുന്നത് എൻ്റെ ഡെയിലി യൂസിൽ വരുന്ന മെഡിസിൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഡെയിലി എടുക്കുന്ന ടാബ്ലറ്റ്സും പിന്നെ എക്സ്ട്രാ നമ്മൾ ട്രാവലിന് ആവശ്യമായിട്ടുള്ള ഹെഡ് ഏക്കിൻ്റെ ടാബ്ലറ്റ് വേണമെങ്കിൽ അതും പിന്നെ 2 ബാൻഡേഡും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എസെൻഷ്യൽ ഐറ്റംസും കൂടെ ഒന്ന് സിപ്പ് ലോക്ക് കവറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള വെറ്റ് വൈപ്സാണ്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ എപ്പോഴും ട്രാവലിന് യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇനിയിപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് ഒരു ഹാൻഡ് വാഷൊക്കെ ചെയ്യാനൊക്കെ പറ്റാത്തൊരു ടൈമിൽ ബേബീസിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു ഐറ്റമാണ് വെറ്റ് വൈപ്സ്. അപ്പോൾ വെറ്റ് വൈപ്സ് ഭയങ്കര യൂസ്ഫുള്ളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ പോക്കറ്റ് ടിഷ്യൂ ആണ്, അതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ബോട്ടിൽ ബോഡി വാഷ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബോഡി ലോഷനും കൂടെ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എടുത്തേക്കുന്നത് ഒരു സാനിറ്റൈസറാണ്. അപ്പോൾ അത് മസ്റ്റായിട്ട് എടുത്തേക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ സാനിറ്റൈസറും പിന്നെ അതുപോലെ തന്നെ പോക്കറ്റ് ടിഷ്യൂവും കാര്യങ്ങളൊക്കെ നമ്മുടെ സൈഡ് ബാഗിൽ തന്നെ എടുത്ത് വയ്ക്കുന്നുണ്ടെങ്കിൽ നല്ല ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അത് സെപ്പറേറ്റ് പൗച്ചിൽ വെച്ചിട്ട് ബാഗിൻ്റെ ഉള്ളിൽ വെക്കാണ്ട് നമുക്ക് എപ്പോഴും ഹാൻഡി ആയിട്ടുള്ളൊരു പ്ലേസിൽ വേണം എടുത്ത് വയ്ക്കാനായിട്ട്.
അപ്പോൾ അതും നമ്മളൊരു സിബ്ലോക്ക് കവറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് എടുത്ത് വെക്കാനായിട്ടുള്ളത് കോമ്പ്, ബ്രഷ്, അതുപോലെ പേസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. ഇനി അതുപോലെ നമ്മുടെ ഹാൻഡ് ബാഗ് എസെൻഷ്യൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ അത്യാവശ്യത്തിന് എടുക്കുന്ന കാര്യങ്ങളാണ് നമ്മളെപ്പോഴും ഹാൻഡ് ബാഗിൽ വെക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സൈഡ് പോക്കറ്റിൽ നമ്മൾ ഏറ്റവും എസെൻഷ്യലായിട്ടുള്ള, അതുപോലെ ഏറ്റവും ഹാൻഡി ആയിട്ട് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് വെക്കേണ്ടത്. അപ്പോൾ ഇതിവിടെ ഞാൻ പോക്കറ്റ് ടിഷ്യൂ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സാനിറ്റൈസർ വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് അത്യാവശ്യത്തിനൊരു വെള്ളമോ ചായക്കോ വാങ്ങണമെങ്കിൽ പെട്ടെന്നൊരു ചേഞ്ചും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചേഞ്ച് ക്യാഷായിട്ട് നമ്മളവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് പെട്ടെന്ന് പേഴ്സൊക്കെ എടുത്തിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇല്ലെങ്കിൽ വാവയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഹാൻഡി ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നത്, എസെൻഷ്യലായിട്ട് വെച്ച് കൊടുക്കുന്നത് നമ്മൾ ഒരു വെറ്റ് വൈപ്സ് ആണ്. വെറ്റ് വൈപ്സ് എപ്പോഴും കുട്ടികൾ തുടക്കാനും കാര്യങ്ങളൊക്കെ യൂസ്ഫുള്ളാണ്. പിന്നെ ഞാൻ കുറച്ച് സേഫ്റ്റി പിൻസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ പെട്ടെന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഡ്രൈ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ടവലും കൂടിയിട്ടാണ്. അപ്പോൾ അതും കൂടെ ഞാനിതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ ഇതിലേക്ക് മസ്റ്റായിട്ട് വെച്ച് കൊടുക്കേണ്ട കാര്യമാണ് വാവയുടെ ഒരു നെയ്റ്റ് ഡ്രസ്സും പിന്നെ ഒരു എക്സ്ട്രാ നല്ലൊരു ഡ്രസ്സും കൂടിയിട്ട് വെച്ച് കൊടുക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. പിന്നെ ഡൈപ്പറും കൂടിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനത് മറന്നുപോയതാണ്, ആ ഒരു ബോഡി ലോഷൻ ഞാൻ ഹാൻഡ് ബാഗിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ കൈയും കാലൊക്കെ പെട്ടെന്ന് അങ്ങനെ ഡ്രൈ ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ബോഡി ലോഷൻ എപ്പോഴും ഹാൻഡി ആയിട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടോയ്ലറ്ററി സെക്ഷനിൽ മസ്റ്റായിട്ട് എടുത്തേക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നെയിൽ കട്ടർ. പിന്നെ ബഡ്സും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ അതും കൂടെ കുറച്ച് എടുത്ത് വെക്കേണ്ടതാണ്. പിന്നെ നമ്മളതുപോലെ ജേണി തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികളതും നമ്മളിതൊക്കെ നെയിലൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ യാത്ര ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത്. ഇനിയിപ്പോൾ എനിക്ക് അവസാനമായിട്ട് എടുത്ത് വയ്ക്കാനുള്ളത് കോമ്പ്, ബ്രഷ്, പേസ്റ്റും കൂടിയിട്ടാണ്. അപ്പോൾ അതും കൂടെ ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് എടുത്ത് വയ്ക്കാനുള്ള ഒരു കാര്യമാണ് നമ്മുടെ ID കാർഡ്സൊക്കെ. അപ്പോൾ അതൊക്കെ മറക്കാണ്ട് തന്നെ ഒരു സിംഗിൾ പൗച്ചിൽ തന്നെ എല്ലാം അവൈലബിൾ ആവുന്ന രീതിയിൽ, പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ അതൊന്ന് സെക്യൂറായിട്ട് എടുത്ത് വയ്ക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ഞാൻ മക്കളുടെയും എൻ്റെ എല്ലാം ഡ്രസ്സൊന്ന് ബാഗിലേക്കും സൂട്ട് കേസിലേക്കും ഒന്ന് പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ആ ഒരു ട്രാവൽ ഗൈഡ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ഫുഡ് ഐറ്റം കൂടിയിട്ടാണ് നമ്മുടെ പാക്കിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വാട്ടർ ബോട്ടിൽസിൽ വെള്ളം ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള സ്ട്രോ ബോട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് അവരെ മേത്തൊക്കെ ആവാണ്ട് തന്നെ നമുക്ക് വെള്ളമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതുപോലെയുള്ള ബോട്ടിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ സ്നാക്സിനായിട്ട് സോൾട്ടി സ്നാക്സ്, അവർക്ക് ഇഷ്ടമുള്ള സ്നാക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഫുഡും നമ്മൾ ഉണ്ടാക്കിയിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ചപ്പാത്തിയും ഫിഷ് ഫ്രൈയും കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ന്യൂ മോംസൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര കൺഫ്യൂഷനായിരിക്കും ഒരു യാത്രയൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് എന്തൊക്കെ കരുതണമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് ഒരുപാട് മിസ്റ്റേക്ക് പറ്റാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബേബി എപ്പോഴും എല്ലാവരും നമ്മളൊരു ആ ഒരു ഇതിൽ അറിയാത്തതുകൊണ്ട് തന്നെ നമുക്കും കുറേ തെറ്റുകളൊക്കെ പറ്റാറുണ്ട്. പിന്നെ ആ ഒരു ഇത് നമ്മൾ യാത്രയിൽ സഫർ ചെയ്യേണ്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇതുപോലെയുള്ള ഗൈഡൊക്കെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. പിന്നെ തലേദിവസം പാക്ക് ചെയ്യാനായിട്ട് നിൽക്കരുത്. ഒരു 2-3 ദിവസം മുമ്പ് തന്നെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും എടുത്ത് വെക്കുക. ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചിട്ട് ഡ്രസ്സൊക്കെ കുറേ എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ഫൈനൽ ലിസ്റ്റിലേക്ക് എത്രയാണ്, നമ്മൾ എത്ര ദിവസം നിൽക്കും, അപ്പോൾ എത്ര ഡ്രസ്സ് വേണം എന്നൊക്കെ ഉള്ള ആ ഒരു രീതിയിൽ നമ്മൾ ലാസ്റ്റ് അതൊന്ന് സോർട്ട് ചെയ്തെടുത്താലും മതിയാകും. അപ്പോൾ തലേദിവസം പാക്കിംഗ് എപ്പോഴും ഒരു ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ കൊണ്ടുപോകുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ മതിയാകും. അപ്പോൾ ഞാൻ ഈ ടോയ്സൊക്കെ ഒന്ന് കണ്ടെയ്നറിലിട്ടിട്ട് ഹാൻഡ് ബാഗിൽ തന്നെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്